പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. ഷൊർണൂർ അന്തിമഹാകാളൻചിറയിൽ കൗതുകം. UDF ചരിത്ര വിജയി സി സന്ധ്യ ഇത്തവണ LDF സ്ഥാനാർത്ഥി. കടുത്ത ത്രികോണ മത്സരം ഉറപ്പ്. ഇത്തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഷൊർണൂർ നഗരസഭയിലെ 33-ാം വാർഡ് അന്തിമഹാകാളൻചിറ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് വേദിയാകുന്നു. 2020-ൽ UDFന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് നഗരസഭയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ 452 വോട്ടുകൾക്ക് ചരിത്ര വിജയം നേടിയ കൌൺസിലർ സി സന്ധ്യ ഇത്തവണ അതേ വാർഡിൽ CPMന്റെ പാർട്ടി ചിഹ്നത്തിലാണ് ജനവിധി തേടുന്നത്. 5 വർഷത്തെ ഭരണകാലാവധി പൂർത്തിയാകും മുൻപ് MP ഫണ്ടുമായി ബന്ധപ്പെട്ട് VK ശ്രീകണ്ഠനെതിരെ വികസന മുരടിപ്പ് ആരോപിച്ചുകൊണ്ട് കൌൺസിലർ സ്ഥാനം രാജിവെച്ച് കോൺഗ്രസ് വിട്ട് CPMലെത്തിയ സന്ധ്യയ്ക്ക് കഴിഞ്ഞ 2 തവണയും CPI മത്സരിച്ച വാർഡിൽ തന്നെ CPM സീറ്റ് നൽകുകയായിരുന്നു. പാർട്ടിയെ നോക്കിയല്ല, വ്യക്തിയെ നോക്കിയാണ് ജനങ്ങൾ വോട്ട് നൽകിയത്. ആ പിന്തുണ ഇത്തവണയും എനിക്ക് ലഭിക്കുമെന്ന് ഉറപ്പാണ് എന്ന് സന്ധ്യ പറയുന്നു. UDF സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് വിനീതയും BJPക്ക് വേണ്ടി രശ്മിയും ശക്തമായി മത്സരിക്കുന്നതോടെ അന്തിമഹാകാളൻചിറ വാർഡിലെ പോരാട്ടം ഏറ്റവും ശക്തിയായ ഒന്നായി മാറും. 2015 മുതൽ 2020 വരെ 2 ടൈമുകളിലായി കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഇത്തവണ ഞാൻ കരുവാൾ ചിറ്റിക നക്ഷത്രത്തിലാണ് മത്സരിക്കുന്നത്. 10 വർഷവും ഞാൻ ജനങ്ങൾക്കിടയിൽ അവരിൽ ഒരാളായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അംഗീകരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഇത്തവണയും എന്നെ തന്നെ ജനങ്ങൾ വിജയിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 10 വർഷം ഒരു പാർട്ടിയെ പ്രതിനിധീകരിച്ച് നിന്നിട്ട് പാർട്ടി MP ഉണ്ടായിരുന്നിട്ട് പോലും നമ്മുടെ വാർഡിലേക്ക് ചോദിച്ച വികസന പ്രവർത്തനങ്ങൾ തരാത്തതിനാലാണ് ഞാൻ രാജിവെച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഭരണകക്ഷി എന്ന നിലയിൽ കരുവാൾ ചിറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ചതുകൊണ്ട് തന്നെ നമ്മുടെ വാർഡിലേക്ക് കൂടുതൽ വികസനങ്ങൾ നടത്താൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തവണ മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത്.